പോകുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിനകത്തേക്ക് സാൻഡ്വിച്ചിലേക്ക് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് വഴറ്റാതെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ കടിക്കുമ്പോൾ സാധാരണ പിള്ളേർക്ക് ഇഷ്ടമാവാറില്ലല്ലോ നമ്മൾ പച്ചയ്ക്ക് തന്നെ കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ടിടുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് ഒരു 3/4 കപ്പ് ഓണിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്തേക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റും ഓണിയനും ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്യാം, അതുപോലെ ഈ ക്യാരറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലോണം എല്ലാം വാടിയതിന് ശേഷം ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കാരണം ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. ഇത് അതുപോലെ തന്നെ ഇതൊന്നും ഭയങ്കരമായിട്ട് വഴണ്ടി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. സബോളയൊക്കെയാലും ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇതിലേക്ക് ഇത് ഒന്ന് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു പച്ച ഇതൊന്ന് മാറിക്കിടണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഓണിയനും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അധികം വലിയ പീസാവാതെ എല്ലാം തന്നെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ സാൻഡ്വിച്ച് കഴിക്കുമ്പോഴായാലും നമുക്കൊരു ഇതുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് അതെല്ലാം ഇങ്ങോട്ട് ചാടിപ്പോരുമല്ലോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട. ഇതൊന്നും വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ ക്യാപ്സിക്കം ആയാലും ക്യാരറ്റ് ആയാലും ഇതൊന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഇപ്പം ഞാൻ നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഭയങ്കരമായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഈ ഒരു പരുവം മതി. നമ്മളത് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി. വെജിറ്റബിൾസ് എല്ലാം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത്, സാധാരണ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചിലെല്ലാം നമ്മൾ വെജിറ്റബിൾസ് മിക്സ് ചെയ്യുന്നത് മയണൈസിലാണല്ലോ. നമ്മളിവിടെ മയണൈസ് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ നല്ല അധികം പുളിയില്ലാത്ത തൈര്, കേടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും തൈര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ നമുക്ക് ഏകദേശം മയണൈസിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അതിനകത്തേക്ക് എന്തോരം തൈരാണെന്ന് ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ കുറേശ്ശെ ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഷുഗർ, ഇത്രയും നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് തൈര് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് പെപ്പർ പൗഡറാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ ഉപ്പെല്ലാം നോക്കുക. അതുപോലെ ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ഉള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ഷുഗറിൻ്റെ മീൻസ് മധുരം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യണ്ട. ചെറിയൊരു നമ്മളിപ്പോൾ മയണൈസിനാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു മധുരം, ഒരു പുളി എല്ലാം ഉണ്ടല്ലോ. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തേക്കണേ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം തൈരാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് ആ ഒരു എന്താ പറയുക സാൻഡ്വിച്ചിൻ്റെ വെജിറ്റബിൾ മിക്സ് ഇരിക്കേണ്ടത്, ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർക്കാം. ഇതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫില്ലിങ്ങിൻ്റെ ഭാഗം ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
ഈ നമുക്കൊരു സൈഡ് മാത്രം, ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് ഒരു ഏകദേശം ഒരു ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുള്ളൂ നമ്മുടെ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനതിനകത്ത് ഓയിലോ ബട്ടറോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇടുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ബ്രെഡിൻ്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ പാനിലോ ഒന്ന് നല്ലോണം കുറച്ചൊന്ന് ബട്ടർ ഒന്ന് ഗ്രേസ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ബ്രെഡിൻ്റെ ഒരു വശം കണ്ടോ ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങി, ബ്രൗൺ കളർ ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ ഫുള്ള് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങും അതുപോലെ ചീസും എല്ലാം വെച്ചിട്ട് നമ്മൾ വീണ്ടും അത് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പാനിൽ തന്നെ. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ബ്രൗൺ കളർ വരെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. നമ്മൾ ഫുള്ള് ബ്രൗൺ ആക്കിയിട്ട് പിന്നെ നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സ് അതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൈര് ആഡ് ചെയ്തതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ലൊരു കളറും കിട്ടും, ഒരു ചെറുതായിട്ടൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല. നമുക്കിനി ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതിന് തന്നെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ പുറത്തേക്കൊന്നും പോവാതെ നമ്മൾ ഈ തൈര് ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത് പുറത്തേക്ക് പോവാണ്ട് ഇങ്ങനെ നിന്നോളും. ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ചീസിൻ്റെ സ്ലൈസാണ്. ഇത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിലും നമ്മൾ ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ സാൻഡ്വിച്ച്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചീസിൻ്റെ ഇങ്ങനത്തെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതല്ല, നിങ്ങളുടെ കയ്യിൽ മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇത് ചീസ് വയ്ക്കുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു പിസ്സയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഇത് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. ഈ ചീസിൻ്റെ സ്ലൈസ് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ബ്രെഡിൻ്റെ പീസസിലും ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇപ്പം ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ഫുള്ള് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഇനി ഇതിനെ നമുക്ക് കവർ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ നമുക്ക് ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ അപ്പോൾ നമ്മുടെ ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണം ആ ചൂട് കൊണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാലാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബ്രെഡും അങ്ങനെ തന്നെ ഞാൻ മറിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫുള്ള് ബ്രൗൺ കളർ ആവാണ്ടിരുന്ന നമ്മൾ ഈ വെജിറ്റബിൾസും നമ്മുടെ ചീസും എല്ലാം വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബ്രൗൺ കളറാവും. അപ്പോൾ ഈ ഒരു ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഉണ്ടോ അപ്പോൾ നമ്മുടെ ചീസൊന്ന് ആ ചീസിലേക്കൊന്ന് ചൂട് കിട്ടി അതൊന്ന് മെൽറ്റായി കിട്ടണം. എന്നാലാണ് നമുക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം നമ്മുടെ ചീസൊക്കെ ഫ്രിഡ്ജിലാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ലൊന്ന് ചൂടായി കിട്ടണം. കുറച്ച് നേരം ഇതൊന്ന് കിടന്ന് ടോസ്റ്റായി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ ആ സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിത് എടുക്കുവാണ്. സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതിനകത്ത് നമ്മുടെ ചീസെല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.